ലോകത്തിൽ 7 അത്ഭുതങ്ങൾ ഉണ്ടെന്ന കാര്യം ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയുമായിരിക്കാം. എന്നാൽ അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇന്ത്യയിലെ താജ്മഹൽ അതിലുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ ബാക്കിയുള്ള 6 എണ്ണമോ? വരൂ നമുക്ക് നോക്കാം. താജ്മഹൽ ഇന്ത്യയിലെ ആഗ്രയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ലോകപ്രസിദ്ധമായ ഒരു സ്മാരകമാണ്. മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ മുംതാസ് മഹലിന്റെ സ്മരണയ്ക്കായി ഈ മനോഹരമായ കെട്ടിടം പണിതതാണ്. 1632 നിർമ്മാണം ആരംഭിച്ച താജ്മഹൽ പൂർത്തിയാക്കാൻ ഏകദേശം 22 വർഷമെടുത്തു. വെളുത്ത മാർബിളിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ സ്മാരകം പ്രണയത്തിന്റെ ചിഹ്നം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ന് താജ്മഹൽ യുനെസ്കോയുടെ ലോക പൈതൃക സ്മാരകമായും ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നായും കണക്കാക്കപ്പെടുന്നു. 2. ചൈനയുടെ വൻമതിൽ. ചൈനയുടെ വൻമതിൽ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത കെട്ടിടങ്ങളിൽ ഒന്നാണ്. ചൈനയെ പുറം ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി ഈ മതിൽ പണിതതാണ്. ക്രിസ്തുവർഷങ്ങൾക്ക് മുൻപ് 7-ാം നൂറ്റാണ്ടിലാണ് വൻമതിലിന്റെ നിർമ്മാണം ആരംഭിച്ചത്. പിന്നീട് ചിൻ, ഹാൻ, മിങ് വംശങ്ങളിലെ ഭരണാധികാരികൾ ഇത് കൂടുതൽ വികസിപ്പിച്ചു. ഏകദേശം 21,000 കിലോമീറ്ററുകളിലധികം നീളമുള്ള ഈ മതിൽ മണ്ണ്, കല്ല് എന്നിവ ഉപയോഗിച്ചാണ് നിർമ്മിച്ചത്. യുദ്ധകാലങ്ങളിൽ ശത്രുക്കളുടെ നീക്കം നിരീക്ഷിക്കാൻ വൻമതിലിലെ വാച്ച് ടവറുകൾ ഉപയോഗിച്ചിരുന്നു. ഇന്ന് ചൈനയുടെ വൻമതിൽ യുനെസ്കോയുടെ ലോക പൈതൃക സ്മാരകമായും ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നായും കണക്കാക്കപ്പെടുന്നു. 3. പെട്ര. പെട്ര ജോർദാൻ രാജ്യത്തിലെ ഏറ്റവും പ്രശസ്തമായ പുരാതന നഗരങ്ങളിൽ ഒന്നാണ്. ഇത് പിങ്ക് നിറത്തിലുള്ള പാറകളിൽ കൊത്തിയെടുത്ത നഗരം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ക്രിസ്തുവർഷങ്ങൾക്ക് മുൻപ് 300ഓടെയാണ് അറബ് ഗോത്രമായ നബറ്റി എന്നിവർ പെട്ര സ്ഥാപിച്ചത്. വ്യാപാര പാതകളുടെ മധ്യത്തിലായിരുന്ന പെട്ര സമ്പന്നമായ ഒരു വ്യാപാര നഗരമായി വളർന്നു. മഴവെള്ളം സംഭരിക്കുന്ന അത്ഭുതകരമായ ജലവിതരണ സംവിധാനങ്ങൾ നബറ്റിയൻവരുടെ എഞ്ചിനീയറിംഗ് കഴിവ് തെളിയിക്കുന്നു. ക്രിസ്തുവർഷം 106 റോമൻ സാമ്രാജ്യം പെട്ര കൈവശപ്പെടുത്തി. പിന്നീട് ഭൂകമ്പങ്ങളും വ്യാപാര പാതകളിലെ മാറ്റങ്ങളും കാരണം പെട്ര പതുക്കെ ഉപേക്ഷിക്കപ്പെട്ടു. 1812 ഒരു സ്വിസ് യാത്രികനായ ജോഹാൻ ലുഡിംഗ് ബക്കർഹാർഡ് പെട്രയെ വീണ്ടും ലോകത്തിന് പരിചയപ്പെടുത്തി. ഇന്ന് പെട്ര യുനെസ്കോയുടെ ലോക പൈതൃക സ്മാരകമായും ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നായും അറിയപ്പെടുന്നു. 4. ക്രൈസ്റ്റ് ദ റെഡീമർ. ക്രൈസ്റ്റ് ദ റെഡീമർ ബ്രസീലിലെ റിയോ ഡി ജനൈറോ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ലോകപ്രസിദ്ധമായ ഒരു ഭീമൻ പ്രതിമയാണ്. ഈ പ്രതിമ യേശു ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്നു. തുറന്ന കൈകളോടെ നിലകൊള്ളുന്ന ഈ രൂപം സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ചിഹ്നമാണ്. 1922 നിർമ്മാണം ആരംഭിച്ച ഈ പ്രതിമ 1931 പൂർത്തിയായി. ഫ്രഞ്ച് ശില്പി പോൾ ലാൻഡോവ്സ്കിയാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. ഏകദേശം 30 മീറ്റർ ഉയരമുള്ള ഈ പ്രതിമ റിയോ നഗരത്തെ നോക്കി കോർക്കോവാഡോ മലമുകളിൽ നിലകൊള്ളുന്നു. ഇന്ന് ക്രൈസ്റ്റ് ദ റെഡീമർ ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നായും ബ്രസീലിന്റെ പ്രധാന ടൂറിസ്റ്റ് ആകർഷണമായും അറിയപ്പെടുന്നു. 5. മാച്ചു പിച്ചു. മാച്ചു പിച്ചു ദക്ഷിണ അമേരിക്കയിലെ പെറു രാജ്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഇൻകാ സാമ്രാജ്യത്തിന്റെ ഏറ്റവും പ്രശസ്തമായ പുരാതന നഗരങ്ങളിൽ ഒന്നാണ്. ക്രിസ്തുവർഷം 15-ാം നൂറ്റാണ്ടിൽ ഇൻക ചക്രവർത്തിയായ പച്ചാക്കുട്ടിയാണ് മാച്ചു പിച്ചു പണിതത് എന്ന് കരുതപ്പെടുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 2430 മീറ്റർ ഉയരത്തിലുള്ള ആൻഡീസ് മലനിരകളിൽ ഈ നഗരം സ്ഥിതി ചെയ്യുന്നു. കല്ലുകൾ തമ്മിൽ ചേർത്ത് പണിത അതുല്യമായ എഞ്ചിനീയറിംഗ് വിദ്യ ഇൻക സംസ്കാരത്തിന്റെ മഹത്വം തെളിയിക്കുന്നു. സ്പാനിഷ് അധിനിവേശക്കാലത്ത് മാച്ചു പിച്ചു കണ്ടെത്താതെ പോയതിനാൽ ഇത് നശിക്കാതെ നിലനിന്നു. 1911 അമേരിക്കൻ ഗവേഷകനായ ഹിറം ബിങ്ഹോം മാച്ചു പിച്ചുവിനെ ലോകത്തിന് വീണ്ടും പരിചയപ്പെടുത്തി. ഇന്ന് മാച്ചു പിച്ചു യുനെസ്കോയുടെ ലോക പൈതൃക സ്മാരകമായും ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നായും അറിയപ്പെടുന്നു. 6. ചിച്ചൻ ഇറ്റ്സ. ചിച്ചൻ ഇറ്റ്സ മെക്സിക്കോയിലെ യുക്കത്താൻ സ്റ്റേറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രശസ്തമായ മായൻ പുരാതന നഗരമാണ്. ക്രിസ്തുവർഷം 600 മുതൽ 1200 വരെയുള്ള കാലഘട്ടങ്ങളിൽ മായൻ സംസ്കാരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു ഈ നഗരം. ചിച്ചൻ ഇറ്റ്സയിലെ ഏറ്റവും പ്രശസ്തമായ കെട്ടിടം എൻ കാസ്റ്റിലോ ആണ്. ഇത് മായൻ ദൈവമായ കുക്കുൻകാനെ പ്രതിനിധീകരിക്കുന്നു.
വസന്തവും ശരത്കാലവും നടക്കുന്ന വിഷുവ ദിനങ്ങളിൽ പിരമിഡിന്റെ പടികളിൽ പാമ്പ് ഇറങ്ങുന്നത് പോലെയുള്ള നിഴൽ കാണപ്പെടുന്നത് മായൻ ജ്യോതിശാസ്ത്രത്തിന്റെ അറിവിന്റെ തെളിവാണ്. ഈ നഗരം ഗണിതം, ജ്യോതിശാസ്ത്രം, വാസ്തുവിദ്യ എന്നിവയിൽ മായൻവർ നേടിയ മഹത്തായ അറിവ് കാണിക്കുന്നു. ഇന്ന് ചിച്ചൻ ഇറ്റ്സ യുനെസ്കോയുടെ ലോക പൈതൃക സ്മാരകമായും ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നായും അറിയപ്പെടുന്നു. 7. കൊളോസിയം. കൊളോസിയം ഇറ്റലിയിലെ റോം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ലോകപ്രസിദ്ധമായ ഒരു പുരാതന ആംഫി തിയേറ്ററാണ്. ക്രിസ്തുവർഷം 72 റോമൻ ചക്രവർത്തിയായ വേസ്പേഷ്യൻ ആണ് കൊളോസിയത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. ക്രിസ്തുവർഷം 80 അദ്ദേഹത്തിന്റെ മകനായ ടൈറ്റസ് ഇത് പൂർത്തിയാക്കി. ഏകദേശം 50,000-ലധികം ആളുകൾക്ക് ഒരുമിച്ച് ഇരിക്കാവുന്ന ശേഷി കൊളോസിയത്തിന് ഉണ്ടായിരുന്നു. ഇവിടെ ഗ്ലാഡിയേറ്റർ യുദ്ധങ്ങൾ, വന്യമൃഗങ്ങളുമായി നടന്ന പോരാട്ടങ്ങൾ, മറ്റു പൊതുചടങ്ങുകൾ എന്നിവ നടത്തി. റോമൻ സാമ്രാജ്യത്തിന്റെ ശക്തിയും സമ്പത്തും കാണിക്കുന്ന ഒരു പ്രധാന ചിഹ്നമായിരുന്നു കൊളോസിയം. ഇന്ന് കൊളോസിയം യുനെസ്കോയുടെ ലോക പൈതൃക സ്മാരകമായും ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നായും അറിയപ്പെടുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.